ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. തമ്പനയിൽ കണ്ട പോലെ തന്നെ കാസർഗോഡ് ചിക്കൻ സ്പെഷ്യലാണ്, ചിക്കൻ വറവ് എന്നൊക്കെ പറയാം. വീഡിയോയിൽ തീരെ ലൈക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് 10-12 ലൈക്കെങ്കിലും കിട്ടിയിട്ടാ. താങ്ക് യു. എനിക്ക് ലൈക്ക് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള 3 സവാള കേട്ടോ. ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാള മതിയേ. വലിയതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ 3-4 പച്ചമുളക് കീറിയതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1 കിലോ ചിക്കൻ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കണില്ല. വേണ്ടത് ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് തേങ്ങ കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, ഇടുന്ന ടൈമിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ചീനച്ചട്ടിയോ കടായോ എന്താ കയ്യിലുള്ള ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ്. കാരണം ഇത് വറവാണല്ലോ, ചിക്കൻ വറവ് തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് നല്ല ഡ്രൈ ആയി കിട്ടാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മളെ കറിവേപ്പില അങ്ങോട്ട് പൊട്ടിക്കാം. അപ്പോൾ ആ മണം വെളിച്ചെണ്ണയിലേക്ക് സ്പ്രെഡ് ആവും. അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കറിവേപ്പില പൊട്ടിക്കുന്നത്. ശേഷം ചതച്ച് വെച്ചേക്കണ ആ വെളുത്തുള്ളിയും പച്ചമുളകും, പച്ചമുളക് ചതയ്ക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് കീറിയിട്ടാൽ മതി. നമ്മൾ സവാള കട്ട് ചെയ്തത് ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക, ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി സവാള ഒന്ന് വഴന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ വന്നു തുടങ്ങില്ലേ, ഗോൾഡൻ ബ്രൗൺ കളർ വന്നു തുടങ്ങുന്ന ടൈം വരെ ഇതൊന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ സവാള നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഒരൊറ്റ തക്കാളി മതി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള തക്കാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 1.5 തക്കാളി 2 തക്കാളിയൊക്കെ ആഡ് ചെയ്യാം. ഇതിന് തക്കാളി നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈ കറിക്ക്. അല്ല, ഇത് കറിയല്ല കേട്ടോ, വരട്ടാണ്. ആക്ച്വലി ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറൈറ്റി ഒക്കെ കാണുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ ഞാൻ വീണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 വട്ടമായി ഉണ്ടാക്കണ്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ സക്സസ് ആയ റെസിപ്പികൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യില്ല. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമുക്ക് തക്കാളി വഴന്ന് കിട്ടുന്ന ആ ടൈമിൽ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനിയിട്ടാണ് വേണ്ടത്. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെച്ച് വേവിക്കാട്ടോ. അപ്പോൾ അവിടെ 10 മിനിറ്റ് അങ്ങനെ വെക്കരുതിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം, നമ്മൾ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാനേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണതിന്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക്, അതായത് ചിക്കൻ വെന്ത് തുടങ്ങണ ആ ഒരു ടൈമിൽ ഈ കാശ്മീരി മുളക് ഉണ്ടല്ലോ, അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ കറിയിൽ മുളക് പൊടിയല്ല നമ്മൾ ചേർക്കുക, മുളക് അരച്ച് ചേർക്കണം ചെയ്യട്ടെ. ഇൻ കേസ് ഇനിയിപ്പോൾ ഇതില്ല, ചിലപ്പോൾ നമ്മളെ വീടുകളിൽ കാശ്മീരി മുളക് ചില ടൈമിൽ കിട്ടാൻ പണിയാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒന്ന് കലക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ ഇതിനായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. കാരണം മുളക് പച്ചയ്ക്ക് അങ്ങോട്ട് അരയ്ക്കുകയാണല്ലോ, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കണ ചെയ്യുക. അപ്പോൾ രണ്ടിനും 2 ഫ്ലേവറാണ്. പക്ഷേ ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകാണ് എടുക്കണമെങ്കിൽ ഒരു 10 മുളകെങ്കിലും എടുക്കണം കേട്ടോ. കാശ്മീരി മുളക് അധികം എരിവില്ലാത്ത മുളകായുണ്ട്. വറ്റൽ മുളകാണെങ്കിൽ 10 എണ്ണമൊക്കെ എടുത്താൽ നല്ല എരിവായിരിക്കും. കാശ്മീരി മുളക് എരിവില്ലാത്തതുകൊണ്ട് 10 എണ്ണം എടുത്താൽ മതിട്ടാ. ഈ ഒരു ടൈമിൽ ആ ചിക്കൻ വേവണ ആ ടൈമിൽ തന്നെ നമുക്ക് ഇപ്പുറത്ത് കുറച്ച് തേങ്ങ വറുക്കാനായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ 1/2 മുറി തേങ്ങയെങ്കിലും മസ്റ്റാണ്. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് ചേർക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 മുറി തേങ്ങയിലും ചേർക്കണം. ഞാനിവിടെ 3/4 മുറിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു തേങ്ങയുടെ അടുത്തോളം എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര ഉണ്ടോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. 1/2 മുറിയെങ്കിൽ 1/2 മുറിയെങ്കിലും നമ്മൾ ചേർത്തിരിക്കണം. അങ്ങനെ ഈ തേങ്ങ നമ്മൾ ചോക്കനെ വറക്കണം, കൈയെടുക്കാണ്ട് ഇളക്കിയെടുക്കണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാശ്മീരി മുളക് ചേർത്ത പാടെ കറിയുടെ കളർ അങ്ങോട്ട് മാറിയത് കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കളറൊക്കെ നമ്മളെ ഹെൽത്തിന് അത്ര ഒക്കെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കളറൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ കളർ അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. വീഡിയോ എടുക്കുന്നതായാലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ ആ കറിക്ക് ആവശ്യത്തിനുള്ള കളർ കാശ്മീരി മുളക് തരുന്നുണ്ട്. പിന്നെ വറുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ നേരത്തെ 3/4 മുറി എന്ന് പറഞ്ഞല്ലോ, ചെറിയ തേങ്ങ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 3/4 മുറി എടുത്തു. വലിയ തേങ്ങ, നാട്ടിലത്തൊക്കെ തേങ്ങ നല്ല വലിയ തേങ്ങ ഒക്കെ ആണെങ്കിൽ 1/2 മുറി ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഈ വറുത്ത തേങ്ങ നമ്മൾ ഇട്ടുകൊടുക്കില്ലേ, വെളിച്ചെണ്ണയിൽ വറുത്ത തേങ്ങ, അത് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഈ കറി മുഴുവൻ വറ്റിപ്പോകും കേട്ടോ. അതിൽ കുറച്ച് ചാറ് കുറുകി നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ തേങ്ങ ഇടുമ്പോൾ വീണ്ടും അത് വരണ്ട പോലെ തേങ്ങ, അതിന് തേങ്ങ വറവ് എന്നൊക്കെ ഇതിനെ പറയുന്നത്.
ഇനി അത് ഒന്ന് വറ്റി വരുന്ന ടൈമിൽ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് കുരുമുളകും മല്ലിപ്പൊടിയും ചൂടാക്കിയിട്ട് ഇടണം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചൂടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇൻ കേസ് പച്ചമല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലിയും കുരുമുളകും ഹോളായിട്ട് തന്നെ ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർത്താലും മതിയിട്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ ടേസ്റ്റ് വേറെ കിട്ടും. അപ്പോൾ ഞാൻ പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് പണിയാവുമല്ലോ, മറ്റേതാകുമ്പോൾ ചൂടാക്കി പൊടിക്കാനൊക്കെ ഇത്തിരി ടൈം എടുക്കും. അങ്ങനെ നമ്മളെ വറവൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. കറിയൊക്കെ വറ്റി, തേങ്ങ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല കറി മൊത്തം വറ്റും. ഇനി ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ലുക്കൊക്കെ കൊണ്ട് മാറട്ടെ. ഈ ചുവപ്പ് കളർ എന്നുള്ളത് കുറച്ചൊരു ഡാർക്ക് കളറാവാൻ തുടങ്ങും, കാരണം കുരുമുളകും മല്ലിപ്പൊടി ഇടയിനുണ്ടല്ലോ. പിന്നെ ഇതിൽ നമ്മൾ ഗരം മസാല ഇടയിനില്ല കേട്ടോ. നിങ്ങൾക്ക് ഗരം മസാല മിസ് ചെയ്യാണ്ട് ചിലർക്ക് ഉണ്ടാവുമല്ലോ, ഗരം മസാലയുടെ മണമില്ലെങ്കിൽ ഈ ഇറച്ചി ഐറ്റംസ് കഴിക്കാൻ പറ്റാത്ത ചില വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണൊക്കെ ഒരു ഫ്ലേവറിന് ചേർക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ ശരിക്കും ഗരം മസാലയുടെയും ചിക്കൻ മസാലയുടെ ഒന്നും ആവശ്യമില്ല. പൊതുവേ ഞാനാണ് കേട്ടോ ചിക്കൻ വാങ്ങിയാൽ കട്ടയിൽ, ഞാൻ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കട്ടയിൽ. പക്ഷേ ഇത്തവണ ഞാൻ കട്ട് ചെയ്ത് വാങ്ങി. ആ ഒരു പണിയിലും കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് വാങ്ങി. പക്ഷേ അവർ ഭയങ്കര സ്മോളാക്കി കട്ട് ചെയ്തു കേട്ടോ. പക്ഷേ നമുക്ക് സ്മോളാക്കുമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കൂടുതലും. പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിക്കനൊക്കെ കുറച്ച് വലിപ്പമുണ്ടെങ്കിൽ വീഡിയോ കാണാനായിട്ടൊരു ലുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ചെറിയ പീസാകുമ്പോൾ എല്ലാത്തിൽക്കും മസാല പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഇളകി കൊടുക്കും. കാരണം ഓൾറെഡി ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് ചിക്കനിലേക്കല്ലേ ഇത് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കാണ് കേട്ടോ ഇളക്കണത്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിന് കോംബോ ആയിട്ട് പത്തിരിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പത്തിരി, അപ്പം, പൊറോട്ട, ഗീ റൈസ്, ഇതിൽക്കൊക്കെ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. തേങ്ങയിൽ മിക്സായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങ കടിക്കാൻ കിട്ടുമ്പോഴേ അടിപൊളി ടേസ്റ്റ്. തേങ്ങ പൊതുവേ നമ്മൾ ഈ പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടില്ല, അതിൽ തേങ്ങ വറുത്തത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. ഇതിപ്പോൾ തേങ്ങ വറുത്ത് നമ്മൾ ഡയറക്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പത്തിരിയിൽ ഇതും ഈ ചിക്കനും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തേങ്ങയും ചിക്കനും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റാട്ടാ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കിയൊക്കെ ഇഷ്ടമാവണമെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയുക. പിന്നെ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെ ലൈക്ക് തന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മളെ കുക്കിങ്ങും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.